ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. നമുക്ക് മറ്റുള്ളവരെ പറ്റി എന്ത് വേണമെങ്കിലും പറയാം, ആരുടെ കുടുംബം വേണമെങ്കിലും തകർക്കാം, പക്ഷെ നമ്മളെ ആരും പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു ഇത്താത്ത എന്ന് പറയുന്നത്. ഇത്താത്ത എന്ന് തന്നെ വിളിക്കാം. ആക്ച്വലി ഇത്താത്തയുടെ മീനിങ് എനിക്ക് എന്താണ് പറയുന്നത് എന്ന് എനിക്കറിയില്ല, എന്ത് റിലേഷൻ ആണ് എന്നുള്ളത്. മറ്റൊരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തെ ഇത്താത്ത എന്ന് വിളിച്ച് കണ്ടതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്താത്തയ്ക്കും സെയിം ആണ്. ഇത്താത്തയും വിചാരിക്കുന്നത് എനിക്ക് ആരെപ്പറ്റി എന്ത് വേണമെങ്കിലും പറയാം, എന്ത് ചീത്ത വേണോ എന്ത് തെറി വേണമെങ്കിലും പറയാം, പക്ഷെ എന്നെ പറ്റി ആരും വീഡിയോസ് ഇടരുത്. ഇത്താത്തനെ പറ്റി ആരെങ്കിലും വീഡിയോസ് ഇടുവാണെങ്കിൽ ഇത്താത്ത എന്ത് ചെയ്യും, ഒന്നുകിൽ സ്ട്രൈക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ചാനൽ അടിച്ചു പോകേണ്ട എന്തെങ്കിലും കൊടുക്കും എന്നൊക്കെയാണ് ഇത്താത്ത പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇത്താത്തയുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷെ എനിക്ക് റിയാക്ട് ചെയ്യണം എന്നെനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്താത്തയായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവർക്ക് എന്താണ് അവരെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സ് മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആയുധങ്ങൾ താങ്കളുടെ വായിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുമ്പോൾ താങ്കൾക്ക് അറ്റ്ലീസ്റ്റ് താങ്കളുടെ മുന്നിലോട്ട് വരുന്ന ചെറിയൊരു സൂചിയുടെ ആ ഒരു മുറിവെങ്കിലും ഏൽക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ എല്ലാവരെയും ഈ പറയുന്ന പോലെ ഞാൻ സ്ട്രൈക്ക് അടിക്കും, ഞാൻ അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് വലിയ കാര്യമില്ല. തിരിച്ചും വരുന്നത് അന്തസ്സായിട്ട് ഫേസ് ചെയ്യുക എന്നുള്ളത്. അതാണ് നോർമലി താങ്കളപ്പോൾ ഇത്രയും തൻ്റെടിയായിട്ട് വന്നിരുന്ന ഇങ്ങനെയൊക്കെ, കാരണം താങ്കൾ പറയുന്നത് താങ്കൾക്ക് തന്നെ അറിയാലോ, സംസാരിക്കുമ്പോൾ തിരിച്ച് ഫേസ് ചെയ്യാനുള്ള ആ ഒരു തൻ്റെ ഇടം വേണം എന്നുള്ള എൻ്റെ റിക്വസ്റ്റാണ്, പ്ലീസ്. അപ്പോൾ ഇനിയെങ്കിലും, കാരണം താങ്കൾ കുറച്ച് പേരുടെ വീഡിയോസ് ഞാൻ കാണാനായിട്ട് ഇടയിൽ തീർന്നു. താങ്കൾ സ്ട്രൈക്ക് അടിച്ച് ചാനൽ പോയി, അടുത്ത് എന്താണ് പിന്നെ വീണ്ടും ചാനൽ തുടങ്ങി. താങ്കൾക്ക് മീൻസ് നേരത്തെ താങ്കളെ നെഗറ്റീവായിട്ട് പറഞ്ഞവരൊക്കെ ഇപ്പോൾ താങ്കളുടെ സപ്പോർട്ടീവായിട്ടൊക്കെ പറയുന്നു, എന്തോ അങ്ങനെ താങ്കളുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ പറയുമ്പോൾ കാണിക്കുന്ന ധൈര്യത്തിൻ്റെ ഒരു ശതമാനമെങ്കിലും സ്വന്തമായിട്ട് കേൾക്കാൻ വേണം എന്നുള്ള റിക്വസ്റ്റോട് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ് ഗൈസ്. അപ്പോൾ മറ്റൊന്നുമല്ല ഗൈസ്, രേണുവിൻ്റെ ബാർ ഡാൻസിങ് നമ്മൾ ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇത്താത്തയും അതിൽ വ്ളോഗ്സും പിന്നെ നമ്മുടെ നുണ ടോക്സ് ഇവരൊക്കെ വരാനായിട്ട് ഭയങ്കര ലേറ്റായി. മറ്റൊന്നുമല്ല, ഇവരെല്ലാവരും ഒരുമിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരിനി രേണുവിനെതിരെ ഒരു വീഡിയോസും ചെയ്യില്ല. കാരണം ഇവർ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് രേണു ബിഗ് ബോസിലെത്തിയത്, അതുപോലെ രേണു ഉയരങ്ങളിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി സത്യമായിരിക്കാം, ഞാനും അതിൽ യോജിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഒരു തീരുമാനം എടുത്ത് നമ്മളിനി അങ്ങനെ ഇപ്പോൾ രേണുവിൻ്റെ വീഡിയോസ് ചെയ്യുന്നില്ല, നമ്മൾ അങ്ങനെ അവർക്ക് ഹൈപ്പ് കൊടുത്ത് ഇവർ വേറെ ലെവലിലോട്ട് പോകണ്ട എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നത് ഇനി എന്തെങ്കിലും അവർ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു തരുന്നതാണ്, എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണെങ്കിൽ വീഡിയോ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇത്താത്തയുടെ കൂട്ടുകാരോടും ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വരാനായിട്ട് ഭയങ്കരമായിട്ട് വൈകിപ്പോയി. നിങ്ങൾ പിന്നെ ഇനി ആദ്യം എടുത്തൊരു തീരുമാനം ഉണ്ടല്ലോ, നിങ്ങൾ ഇനി ഹൈപ്പ് കൊടുത്ത് രേണു അങ്ങോട്ട് പോകില്ല എന്നുള്ളത്, ഉയരത്തില്ല എന്നുള്ളത്, ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇവരിനി എന്തെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ രേണു ഇനിയും ഉയരങ്ങളോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ബൈൻഡപ്പ് എന്നുള്ള രീതിയിൽ എല്ലാവരുടെ ചാനലിലും വലിയൊരു കാര്യത്തിൽ വലിയൊരു വീഡിയോസ് ഇട്ടായിരുന്നു കേസ്. അപ്പോൾ ഇവർ വീഡിയോസ് ഇട്ടതിന് ശേഷമാണ് നമ്മുടെ രേണു എന്ന് പറയുന്ന വ്യക്തി ദുബായിൽ പോകുന്നതും ഈ പറഞ്ഞ ബാർ ഡാൻസിങ് എല്ലാം വരുന്നത്. അപ്പോൾ സംഭവം ഇതിൻ്റെ ഇടയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഇവരൊന്നും വീഡിയോസ് ചെയ്യാത്തത് കാരണം നമ്മുടെ ബാക്കി നല്ല കുഞ്ഞു യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, മേ ബി എനിക്ക് തോന്നുന്നു അവർ ഇവരെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, രേണു അങ്ങ് പോയതിനെ നെഗറ്റീവായിട്ട് എടുത്ത് അങ്ങ് വീഡിയോസ് ഇട്ടു. അപ്പോൾ ഈ വീഡിയോസ് അങ്ങ് കയറിക്കൊണ്ട് എല്ലാവരും കണ്ടു. 50K 60K 70K എന്നുള്ള രീതിയിൽ ഈ കൊച്ചു 1000-1500 സബ്സ്ക്രൈബേഴ്സുള്ള ഇവരുടെ വീഡിയോസ് എന്ത് ചെയ്തു, ആളുകൾ കണ്ടു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നത്, ദൈവമേ നമ്മുടെ വാച്ചവരാണല്ലോ ഈ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് ആണല്ലോ ഈ പറയുന്ന ഇവർ കൊണ്ടുപോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, എല്ലാം കൂടെ ഒറ്റയടിക്ക് അവരുടെ നിലപാട് മാറ്റി. നിലപാട് ഒരു അല്പമെങ്കിലും വേണം എന്നുള്ളത് എൻ്റെ വീണ്ടും ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇനി അങ്ങനെ ഇപ്പോൾ രേണു സുധീര കണ്ടന്റ് ഇനി വേറെ ആർക്കും കൊടുക്കേണ്ട, നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന കൊതുകും കൂട്ടരൊക്കെ എന്ത് ചെയ്തു, ഈ ഒരു കണ്ടന്റ് തന്നെ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് നമ്മുടെ ഇത്താത്തയുടെ വീഡിയോ ആണ്. കാരണം പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളെങ്കിലും ഒരു മാന്യതയോടെ പറയുക എന്നുള്ളത്. കാരണം രേണുവിന് പറയുന്നത്, രേണു ഒരു വിധവയാണല്ലേ. അപ്പോൾ അതുപോലെ ഈ പറയുന്ന ഇത്താത്തയും വിധവയാണ് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പേഴ്സണലി അറിയില്ല എങ്കിലും ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരുവിധ വ്യത്യാസവും ഞാൻ കാണുന്നില്ല. രേണു ആരെയും കുറ്റം പറഞ്ഞ് ജീവിക്കുന്നില്ല. അവൾക്ക് ചിലപ്പോൾ മേ ബി അഭിനയിക്കാനുള്ള കഴിവ് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ട കഴിവ് കുറവായിരിക്കാം. എങ്കിലും അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആരെയും കുറ്റം പറയാതെയും
ആരെയും ഉപദ്രവിക്കാതെയുമാണ് രേണു എന്ത് ചെയ്യുന്നത് അവളുടെ ലൈഫ് കൊണ്ടുപോകുന്നത്. പക്ഷെ നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രേണു നിങ്ങൾക്കും എത്രയോ മുകളിലാണ്. 24 മണിക്കൂർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മാത്രം ക്യാഷ് ഉണ്ടാക്കുന്ന നിങ്ങൾ രേണുവിനെ കണ്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. രേണുവിനെ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. അത് അല്പമെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കുവാണെങ്കിൽ മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഈ വേണ്ടത് റീച്ചും കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ആണ് എന്നാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യുകയും ചെയ്യും. നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഇത്താത്തയുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ്. വാസ്തവത്തിൽ ഞാൻ ഇവരുടെ വിഷയം എടുക്കണ്ടെന്നൊക്കെ വെച്ചിട്ട് മിണ്ടാതിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവം, ബാർ ഡാൻസ് ദുബായിലേക്കാണ് പോയത്. ദുബായ് ബാർ ഡാൻസിങ്ങിനാണ് പോയത്. ആദ്യം എനിക്ക് തോന്നി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ പാവം കൊച്ചിനെ ആരാണ്ട് പറ്റിച്ചതാ കേട്ടോ. അങ്ങനെ ദുബായിൽ ബാറിൽ പോയി ഡാൻസ് കളിക്കേണ്ട മാത്രമുള്ളൊരു അവസ്ഥയിലല്ല. അവരുടെ ഒരു സ്റ്റാർഡോം എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് പെട്ടുപോയതാണോ എന്നുള്ളതായിരുന്നു എൻ്റെത്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്കാരത്തി സെൽഫ് ട്രോളായിരുന്നു. കാരണം അവിടെ ഡാൻസ് കളിച്ചതിൻ്റെ വിവരം വേറെ ആരും അറിഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തി തന്നെ അതെടുത്ത് അവരുടെ ചാനലിൽ കൂടെ പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് നാട്ടുകാർക്ക് കിട്ടിയത് പുള്ളിക്കാരത്തി ഡാൻസ് കളിച്ചു അവിടെ കടന്ന് എന്നുള്ളത്. ഇപ്പം ഈ ബാറിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടുംബസ്ഥന്മാരായ കുറേയധികം പേര് ഈ ബാറുകളിൽ പോയിട്ട് കാടെറിയുന്ന ഒരു പരിപാടി കിട്ടും. അവിടെ ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരുപാട് പേര് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാണ്ടാണ് അവിടെ ഇങ്ങനെ വെയിറ്ററായിട്ടും ഡാൻസ് കളിക്കാനും ഒക്കെ പോയി നിൽക്കുന്നത്. അതിൻ്റെ റീസൺ, വെയിറ്ററായിട്ട് പോയി നിന്നാലും ഡാൻസ് കളിക്കാൻ പോയി നിന്നാലും രണ്ടാണ് തരം. ഫാമിലി ഇല്ലാതെ അതിനകത്ത് കയറാൻ ഒക്കത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എനിവേ, ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ബാച്ചിലർ ആരായിരുന്നാലും ശരി തന്നെ അവിടെ ചെന്ന് ഈ ഒരു കൂത്ത് കാണുന്നതിന് ഒരു സ്പെസിഫിക് എമൗണ്ട് കൊടുക്കണം. ആ എമൗണ്ട് ആ ബാർ ഡാൻസർക്ക് അവരുടെ പെർസെൻറ്റേജ് കട്ട് ചെയ്തിട്ട് അവർക്ക് കിട്ടും. അതൊരു തൊഴിലായിട്ട് അംഗീകരിച്ച് ഒരുപാട് പേര് ആ തൊഴിൽ അവിടെ ചെയ്യുന്നുണ്ട്. വേറെ ഗതിയില്ലാത്തവരാണ്. ഏതെങ്കിലും ഒരു ബാർ ഡാൻസറുടെ അടുത്ത് സംസാരിച്ച് നോക്കിയാൽ അറിയാം, അവരവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സംഗതിയാണ് ആ ചെയ്യുന്നത്. അത്രത്തോളം വേദനയാണ് അതിനകത്തെന്ന് പറയും. കാരണം താനൊരു സാധന മെറ്റീരിയലാണ്. തന്നെ എവിടെ വേണമെങ്കിലും നോക്കാം, വെള്ളം ഇറക്കാം, വെള്ളം കളയാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് നമ്മൾ വരികയാണ് എന്നുള്ളതാണ്. രേണു എന്ന് പറയുന്ന സ്ത്രീ കൂടുതൽ വിഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സബ്ജക്റ്റ് ഇനി ചെയ്യേണ്ട എന്ന് വിചാരിച്ചതാണല്ലേ. ഇപ്പൊ എന്ത് പറ്റി ഇത്താത്ത പെട്ടെന്നൊരു ഡബിൾ സ്റ്റാൻഡ്? എന്ത് പറ്റി? ഉറച്ച തീരുമാനത്തിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലേ? മറ്റൊന്നല്ല ഗേസ്, ഇവരുടെ ഈ കണ്ടന്റിനെ നമ്മുടെ ബാക്കി ചെറിയ സാധാരണക്കാരായ യൂട്യൂബേഴ്സ് കൊണ്ടുപോവാണ്. അവർക്കാണ് വരുമാനം കിട്ടുന്നത്. അതിൻ്റെ ഒരു കുറ്റബോധം കൊണ്ടാണ് ഇവർ വീണ്ടും ഉയർന്നു വന്നത്. പക്ഷെ വേറൊരു കാര്യം, ഇവരെല്ലാം നമ്മുടെ ആ ഒരു രേണുവിൻ്റെ ബാർ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ഇങ്ങനെ നടന്ന് ഓടുന്നുണ്ട് അത് നമ്മുടെ യൂട്യൂബിൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ആരുമില്ല. ഇവരുടെ ഈ ഒരു വീഡിയോസിന് ഭയങ്കര വ്യൂ കുറവാണെന്നേ. പക്ഷേ ഇത് കറക്റ്റ് 2 ആഴ്ചയ്ക്ക് മുന്നേ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ ചെയ്തിരുന്നെങ്കിൽ എന്തായാലും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാമായിരുന്നു ഇത്താത്ത. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇത്താത്ത പറഞ്ഞില്ല ആ ബാർ ഡാൻസ് അവിടെ ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയൊക്കെ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ബാറിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വരുമാനം എന്താണ്, അതൊന്നും നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. സാധാരണപ്പെട്ട നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക്സ്. പിന്നെ ഒരു കാര്യം പറയാം ഗൈസ്, എന്താണ് രേണു വിഷമാണ്. അതായത് ഇത്തത് പറഞ്ഞു വന്നതിന് അർത്ഥം മറ്റൊന്നുമല്ല. അപ്പം രേണു പോയിരിക്കുന്നത് നമ്മുടെ ബാക്കി വേറെ എന്തിനോ ഒരു കാര്യത്തിനാണ് എന്നാണ്. രേണു പലതവണ പല വീഡിയോസിലിട്ട് ഇതിനു വേണ്ടി റിയാക്ഷൻ ചെയ്തതാണ്. രേണു വിഷമാണ്. ആർക്കാണ് വിഷം? രേണു വിഷമല്ല. രേണു സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒരു ഉപജീവന മാർഗമാണ്. അതാണ് സത്യം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തുകൂടെ ഇത്താത്ത? എന്തിനാണ് ചുമ്മാ വെറുതെ ഇത്താത്ത ഇങ്ങനെ രേണു വിഷമാണെന്ന്? വിഷമാണെങ്കിൽ പിന്നെ കഴിക്കാൻ പോകുന്നത് എന്തിനാണ്? ശരി, രേണു വിഷമാണ്, പിന്നെ അത് തൊടാനേ പോകുന്നത് എന്തിനാണ്? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ കാണുന്ന ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല. ഇത്താത്തയ്ക്ക് ഒരു കുഴപ്പമുണ്ട് കേസ്, മറ്റൊന്നുമില്ല. ഇത്താത്തരെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന് ആരും നെഗറ്റീവ് കമൻറ്റ് ഇടാൻ പാടില്ല. ഇത്താത്തനെ ആരും കുറ്റം പറയാൻ പാടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതൊന്നും കൊള്ളാനോ അതൊന്നും കേൾക്കാനോ ഉള്ള ഒരു ത്രാണി ഇത്താത്തയ്ക്ക് ഇല്ല കേസ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരും പോയി നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്താത്തയുടെ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ നമ്മൾ വേറെ ആരെങ്കിലും ചാനലിൽ പോയി നോക്കണം. അവർ ഇത്താത്തയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോസ്ക്ക് താഴെ ആയിരിക്കും നമ്മുടെ ഇത്താത്തവർ ശരിക്കും കമൻറ്റ് വരിക, നെഗറ്റീവ് കമൻറ്റ് വരിക. അപ്പോൾ ഇത്താത്ത എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഇത്താത്തിൻ്റെ ആ കമൻറ്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. ഇത്താത്ത ചെയ്യുന്ന ഓരോ വീഡിയോയിലും പറയും എൻ്റെ താഴെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുവാണെങ്കിൽ അയ്യോ എന്തൊരു ഇത്താത്തയുണ്ട്. നമുക്ക് എന്തായാലും ഇത്താത്തയുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ഗൈസ്. മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്ത്രീവർഗത്തിനെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനൽ അവർക്ക് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, അവിടെ ഒരു ചാൻസ് കൊടുക്കുന്നു. താനെന്ന വ്യക്തി ഈ പുറത്ത് പറയുന്ന ആൾക്കാരെ പോലെ ഒന്നുമല്ല, താൻ ഡിഫറെൻ്റ് ആണ്, തനിക്ക് ഇങ്ങനത്തെ കേപ്പബിലിറ്റി ഉണ്ട് എന്ന് അവിടെ നിന്നുകൊണ്ട് അവർക്ക് തെളിയിക്കാൻ പറ്റുമായിരുന്നു. പകരം എൻ്റെ റിത്തപ്പനെ കാണാനില്ലേ, എനിക്ക് വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് മോങ്ങി വിളിച്ച് നിലവിളിച്ച് പുറത്തേക്ക് വന്നു. എന്തിനാ പുറത്തേക്ക് വന്നത്?
പുറത്തേക്ക് വന്നത് ഇതുപോലെ കൂത്തടിച്ച് നടക്കാൻ തന്നെയാണ്. ഇവർ വന്ന ഉടനെ കുറേ റീൽസിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തു, കുറേ അവന്മാരെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് കുറേ കാണിച്ചു. മറ്റേ പയ്യനുണ്ടല്ലോ, ആ പയ്യൻ്റെ വീട്ടിലൊക്കെ പോയി അതും കുറേയൊക്കെ പട്ടി ഷോ കാണിച്ചു. ഒരാളും എടുത്തില്ല വീഡിയോ, ആരും എടുത്തില്ല, ആരും വീഡിയോ ചെയ്തില്ല. നമ്മൾ ഉൾപ്പെടെ വേണ്ടാന്ന് വെച്ചൊക്കെ നിർത്തി വെച്ചതാണ്. കാരണം ബിഗ് ബോസ് ഷോയിലൊക്കെ അവൾ ഒന്നും കാണിക്കാതെ കിടക്കുന്ന നമ്മളാണ് അവളെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് തോന്നിയത് കൊണ്ട് തന്നെ നിർത്തി വെച്ചതാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ആരോ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ദുബായിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ വീണ്ടും എടുക്കും. സ്ത്രീകൾക്കെല്ലാം അപമാനമാണെന്ന് ഇത്താത്തയ്ക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും? അപ്പോൾ ഈ ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന എല്ലാവരും സ്ത്രീകൾക്ക് അപമാനമാണ്, അവരുടെ തൊഴിൽ ശരിയല്ല എന്നാണ് ഇത്താത്ത പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പറഞ്ഞ് ഞാൻ സ്ത്രീയാണ്, എൻ്റെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റ്സ് ചെയ്യുന്നതിൽ 3/4 ആളുകൾ സ്ത്രീ തന്നെയാണ്. എന്നാൽ നമ്മളൊന്നും സ്ത്രീകളല്ലേ? നമുക്കാർക്കും തോന്നുന്നില്ലല്ലോ. നമുക്കാർക്കും തോന്നാത്ത, അല്ലെങ്കിൽ രേണുവിന് തോന്നാത്ത, രേണുവിൻ്റെ കുടുംബത്തിന് തോന്നാത്ത എന്ത് സ്ത്രീക്ക് നാണക്കേടാണ് താങ്കൾക്ക് തോന്നിയത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെളിപ്പെടുത്തുക. മറ്റൊന്നുമല്ല, രേണു ഒരു സ്ഥലത്ത് പോയി, അതായത് രേണുവിന് ഫസ്റ്റ് ആയിട്ട് കിട്ടിയൊരു ഇൻവിറ്റേഷൻ ആണ് ദുബായിൽ പോയി അവിടെ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒന്നുകിൽ ആരംഭിക്കുന്ന റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ തുടർന്ന് കൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ് അവർക്ക് വരുമാനം കൂടുതൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു ഹൈപ്പ് കിട്ടാനായിട്ട് നമ്മുടെ കേരളത്തിൽ ഒന്ന് നല്ല ഡെവലപ്പായി നിന്ന രേണുവിനെ അവർ അവിടെ നിന്ന് കൊണ്ടുപോയതിന് അത് രേണുവിൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടല്ല, അതിൽ നിന്നും അവർക്കൊരു വരുമാനം വേണം. നമ്മുടെ കേരളത്തിൽ എന്താ ബാക്കി നടന്മാരില്ലേ, നടിമാരില്ലേ, അവർക്ക് കൊണ്ടുപോകാനായിട്ട് ആരെയും കൊണ്ടുപോയില്ലല്ലോ. എന്തുകൊണ്ട് അവർ രേണുവിനെ സെലക്ട് ചെയ്തു? അതാണ്, അവിടെയാണ് ക്വസ്റ്റ്യൻ. അത് അവരുടെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗെയ്സ്. അപ്പോൾ എനിക്ക് ഇതിൽ വേറൊന്നും പറയാനില്ല. പിന്നെ ഇത്താത്ത പറഞ്ഞൊരു കാര്യം, എന്താ ബിഗ് ബോസിനകത്ത് പോയി ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയിട്ട് അവൾ അവിടെ എന്ത് കാണിച്ചു, എന്ത് കോപ്പ് കാണിച്ചു, അവൾ നല്ലവളാണ് എന്ന് തെളിയിക്കേണ്ട സമയമായിരുന്നു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ട 2 കാര്യമാണ്. ഒന്ന്, രേണു ബിഗ് ബോസിൽ പോയി അവിടെ നിന്ന് എന്താണ് കാണിച്ചത്? എന്തെങ്കിലും അവൾക്ക് ഇമേജിന് ദോഷം വരുന്നത്? രേണു എന്താണ് എന്ന് അവിടെ നിന്നും രേണു കാണിച്ചു. രേണു അങ്ങോട്ട് പോയി ചൊറിയിൽ നിന്ന് അവൾ ഇങ്ങോട്ട് ചൊറി, പക്ഷെ എന്നിട്ട് പോലെ അവൾ ചൊറിയത് ഞാൻ കണ്ടിട്ടില്ല, അത് വേറെ. എന്നാലും അതല്ല. രണ്ടാമത്തെ കാര്യം, അവൾ അവിടെ അത്രയും സൈലൻ്റ് ആയിട്ട് നിന്ന് നമ്മൾ പുറത്ത് നിന്ന് കണ്ട രേണു അല്ല ബിഗ് ബോസിനകത്ത് അല്ലെങ്കിൽ റിയൽ ലൈഫിൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പോലും അവൾക്ക് പുതിയ ഗർഭപാത കൊണ്ടുവന്ന് ഇത്താത്ത, പിന്നെ അവൾക്ക് മറ്റതാണ് മറിച്ചതാണ് എന്തോരം കൊണ്ടുവന്ന് ഇത്താത്ത. അവൾ സൈലൻ്റ് ആയിരുന്നാലും ഇത്താത്ത നിങ്ങൾ ഇത് തന്നെ ചെയ്യുള്ളൂ, കാരണം നിങ്ങൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആരാണ് ഇത്താത്ത സ്ത്രീകൾക്ക് അപമാനം? ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു പാവപ്പെട്ട രേണുവിനെ അറിയാമെന്നുള്ള എല്ലാവരും പറയാറുണ്ട്, രേണു ഒന്നും വേണ്ട, ബിഗ് ബോസിനകത്ത് അവളോട് കൂടെ നിന്ന പുരുഷന്മാർ സ്ത്രീകളും പറയുന്നത് രേണു ഒരു പാവമാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ ഇത്താത്തയില്ല എന്താണ് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത്തരത്തിൻ്റെ ബാക്കി വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം ഗീസ്. ഇല്ലെന്ന് അവർ പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലടി, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീ നടന്നു. പക്ഷെ ആളുകളെ പറ്റിക്കുന്നതിനൊരു കണക്കും കയ്യൊക്കെ ഉണ്ട്. ഇവരെത്രത്തോളം പറ്റിച്ചാലും ഇതൊക്കെ കണ്ടിട്ട് വീണ്ടും വരുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നില്ലേ, അത് തന്നെയാണ് അവരുടെ വിജയമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും കുറേയധികം പേര് ഇവരുടെ റിയാക്ഷൻ കണ്ടിട്ട്, ഇവരുടെ ഈ ഒരു വർത്തമാനം കണ്ട്, ഈ അഹങ്കാരം കണ്ടിട്ട് തിരിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ മുൻപോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവരെ പിന്തുടർന്ന് ആക്രമിക്കുന്നു, അവരത് ചെയ്യുന്നവർ. ഇവരിത് സ്വയം ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ? ഇവർ വന്നു ഒരു റീൽസ് എടുത്തു, ആരും മൈൻഡ് ചെയ്തില്ല. ഇവർ വന്നു മറ്റേ പയ്യൻ്റെ വീട്ടിൽ പോയി കിടന്ന് കുറേ ഡാൻസ് കാണിച്ചു, ആരും മൈൻഡ് ചെയ്തില്ല. ഇവർ വന്ന് കുറേ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കി വീഡിയോ ഇൻ്റർവ്യൂ ചെയ്തു, ഒരാളും അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തില്ല, ഒന്നും ആരും എടുത്തില്ല. പക്ഷെ അവർ ഈ ഒരു വിഷയം അവരാണ് പബ്ലിസിറ്റി കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആ സ്ത്രീ ആരാണെന്ന്, വിടക്ക് മുതലാണെന്ന്. അട്ടയെ പിടിച്ച് മറ്റേ കൃത്യത്തെ കിടക്കൂല എന്നുള്ളത് ബിഗ് ബോസുകാരാണ് നമുക്ക് തെളിയിച്ചു തന്നത്. കാരണം ഈ സ്ത്രീക്ക് ഏറ്റവും നന്നായി തന്നെ ശരിക്ക് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ആപ്റ്റായി, അതായത് നല്ലൊരു എമൗണ്ട് കിട്ടുക മാത്രമല്ല അവർക്ക് നല്ലൊരു പേരും കിട്ടിയനായിരുന്നു. ഇതിൽ ഞാൻ ഇത്താത്തയോട് യോജിക്കുന്നു. മറ്റൊന്നുമല്ല, രേണു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൊടുത്ത ഇൻ്റർവ്യൂസ് കൂടാതെ മറ്റേ അവൻ്റെ വീട്ടിൽ പോയ വീഡിയോസ് ഒന്നും ഇവരൊന്നും എടുത്തിട്ട് അലക്കിയിട്ടില്ല, ആ ഒരു ഹൈപ്പ് കൊടുത്തില്ല എന്നാണ് ഇവരൊക്കെ വാദിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ രേണു ദുബായിൽ പോയത് നിങ്ങൾ എടുത്തിട്ട് ഉണ്ടാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ വെറുതെ എന്താണ് ഈ പറഞ്ഞ രേണുവിനെ അങ്ങനെ വെറുതെ വിടണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി ഹൈപ്പ് കൊടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് രേണു എന്തും കാണിക്കട്ടെ, അത് രേണുവിൻ്റെ ചോയ്സ് അല്ലേ, രേണുവിൻ്റെ ഇഷ്ടമല്ലേ എവിടെ പോകണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, എന്തായാലും രേണുവിൻ്റെ ഇഷ്ടമാണ്. അതിനെയൊക്കെ എടുത്ത് നിങ്ങൾ പിന്നെ ചെയ്യാൻ നിൽക്കുന്ന എന്തിനാണ്? നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കുക, അല്ലെങ്കിൽ രേണുവിൻ്റെ പേര് വെച്ച് വരുന്ന തമിഴിൽ വരുന്ന വീഡിയോസ് നിങ്ങൾ കാണാതിരിക്കുക. നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ വീണ്ടും
നിങ്ങൾക്കൊന്നും ഒരിക്കലും നന്നാവാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ ഇനി ഒരിക്കലും വീണ്ടും എന്നെ കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇത്താത്ത പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ രേണു വലുതാകുമ്പോൾ ഹൃദയപരം കിച്ചു ഒന്നും നോക്കില്ല എന്ന്. ഈ പറയുന്ന കുറേ വ്ളോഗേഴ്സൊക്കെ ഇങ്ങനെ നെഗറ്റീവ് വീഡിയോസ് ഇട്ട് അവർ വിചാരിച്ച് കിച്ചു ഇപ്പോൾ തന്നെ രേണുവിനെ കുറ്റം പറയും എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല കേസ്. അതുകൊണ്ടുള്ള ഒരു ചെറിയ വിഷമം ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി നേരെ ഹൃദയപ്പനെ പിടിച്ചിരിക്കണം. ഹൃദയപ്പൻ ഇനി വലുതാകുമ്പോൾ രേണുവിനെ കുറ്റം പറയും, തള്ളിക്കളയും എന്നൊക്കെയാണ്. പക്ഷേ രേണു ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് രേണു ഒരു രീതിയിലുള്ള തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. അത് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ആക്ച്വലി റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഞാൻ ഈ പറഞ്ഞ ഇത്താത്തയുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത് ഇത്താത്തയുടെ ആ ഒരു തംബ്ലെയിനാണ്. വീഡിയോയ്ക്ക് കൊടുത്തിരുന്ന തംബ്ലെയിൻ എന്ന് പറയുന്നത് സുധി ചത്തത് ഭാഗ്യം. ഇതാണ് തംബ്ലെയിൻ. അപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാതിരിക്കുക? നമ്മൾ സ്ത്രീകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാരോട് കുടുംബമായിട്ട് ജീവിക്കുന്നത് തന്നെയാണ്. ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള വേദന അത് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. ഇനി ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഈ പറയുന്ന പോലെ വീട്ടിൽ അടഞ്ഞ് കുത്തി ഇരിക്കേണ്ടതാണോ? ഓരോരുത്തർക്കും ഓരോ ലൈഫാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ ഓരോ സമയമാണ്, ഓരോ ഭാഗ്യമാണ്. അത് അവർ ചൂസ് ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അതായത് നിങ്ങളല്ല. നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ഈ പറയുന്ന ഇത്താത്ത നിങ്ങളിങ്ങനെ ഓരോരുത്തരെ പറ്റിയും കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ചാനലിലൂടെ എത്ര പേരുടെ കുടുംബം നിങ്ങൾ കുളമാക്കിയിട്ടുണ്ട് ഒന്ന് പറയൂ പ്ലീസ്. നിറയെ ഒത്തിരി ഇഷ്ടം പോലെ. അപ്പം നിങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഓരോരുത്തരുടെ കുടുംബത്തിൽ പോയി അവരുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചൊന്ന് നന്നാവ്. ഓരോ സ്ത്രീകളെ കുറ്റം പറഞ്ഞ് നടക്കാതെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വീഡിയോസ് ചെയ്യാം. പറയുന്നതിനും കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ട്. പല കാര്യങ്ങളും പല വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ചാനൽ കൊണ്ടുവന്നിട്ട് ഇതാ ഞാനിങ്ങനെ പൊട്ടിക്കുന്നു, അവിടെ ഇതിങ്ങനെ സംഭവിച്ചു, അവർ പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞ് ഇടാറുണ്ട്. ഇതിൻ്റെ ബാഗിൽ കിടന്ന് അനുഭവിക്കുന്ന ആരാണ്? നിങ്ങൾക്ക് കിട്ടുന്ന വെറും ഒരു കണ്ടന്റാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് വ്യൂസാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി പേരുടെ കുടുംബം നിങ്ങൾ കുളമാക്കുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന തെണ്ടിത്തരമാണ്. നിങ്ങൾ അതിനെ ചീത്ത വിളിക്കാറുണ്ട് ഓരോരുത്തരെയും. അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്വയം ഒന്ന് ആലോചിക്കുക. ഇനിയെങ്കിലും ആലോചിച്ചിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യും, മാന്യമായിട്ട് വീഡിയോ ചെയ്യും. അല്ല ഒരാളെ തന്നെ ഇങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിനാണ് നിങ്ങൾ ഇത്രയും വീഡിയോസ് ഇട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും കുറേ ഇത്രയും വീഡിയോസ് ഇട്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് രേണു എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ പറഞ്ഞാൽ ശരിയായിരുന്നു, അപ്പം ഞാൻ അത് മാറേണ്ടതാണ്, ഞാനത് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാനത് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അവർ ചെയ്തിരുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വിജയമാണ്, ഒരു വലിയൊരു നേട്ടമാണ്. നിങ്ങളുടെ വീഡിയോയിലൂടെ ഒരാൾ നന്നായി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ല. നിങ്ങൾ പറയുന്ന ആരൊന്നും ഈ പറഞ്ഞ മുഖവരയ്ക്ക് എടുക്കുന്നേ ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ വായിട്ട് അലക്കുന്നത്? അപ്പോൾ ഇതാണ് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്താത്തയുടെ വീഡിയോ തീർന്നൊന്നുമില്ല. പിന്നെ എനിക്ക് എൻ്റെ വീഡിയോസ് ലെങ്തി ആക്കാനാണ് താല്പര്യമില്ല. ഇത്താത്തയോട് പറയേണ്ട കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇവർ ഇതുപോലെ ഏകദേശം 1 മാസം മുന്നേ കുഞ്ഞാറ്റ ഇച്ചായന് വിഷയം എടുത്തിട്ട് നമ്മുടെ ഇത്താത്തയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ വ്ളോഗേഴ്സും എടുത്തിട്ട് നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം അതിനുശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം ഇവരാരും തിരിച്ച് ആ വീഡിയോസ് ഇടുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ മല്ലു ഫാമിലി എടുത്തിട്ട് ആ യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോസ് കാണണം. അത് റിലേറ്റഡ് കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയം റിലേറ്റഡ് ഇച്ചായനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ നമ്മുടെ മല്ലു ഫാമിലിയിൽ ചേട്ടൻ ഇടുന്ന അല്ലെങ്കിൽ അവരുടെ വോയിസ് റെക്കോർഡൊക്കെ ആ ചേട്ടൻ്റെ കയ്യിലുണ്ട്. അതൊന്ന് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇത്താത്ത വിളിച്ചും ആ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, ഇതൊന്നും പുറത്ത് വിടരുത്, അതുകൊണ്ട് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യരുതെന്ന്. അപ്പോൾ ഇവർക്ക് എന്തും ആകാം, എന്തും സംസാരിക്കാം. വേറെ ആർക്കും ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഇവരെ പറ്റി ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് നിങ്ങളാരാണ് എന്നോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇടേണ്ട എന്ന് പറയാൻ താങ്കളാരാണ്? അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ദയവേത് ഇത്താത്ത നിങ്ങൾ മറ്റുള്ളവരെ പറയുമ്പോൾ തിരിച്ചും വരുന്നത് ഒന്ന് ഉൾക്കൊള്ളാനുള്ള അല്പമെങ്കിലും മനസാക്ഷി അല്ലെങ്കിൽ മനക്കട്ടി ഉണ്ട് എങ്കിൽ താങ്കൾ ഇനിയും വീഡിയോസ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ കുടുംബം കുളം തോണ്ടുന്നതിനേക്കാൾ മിണ്ടാതിരിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ താഴെ നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.